എല്ലാ ചങ്ങായിമാരെ, ഇന്ത്യ യഥാർത്ഥത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP തന്നെയാണോ അതോ ഇനി കോൺഗ്രസ് ആണോ? ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടുമല്ല. ഇപ്പോൾ അതാ എത്തനോൾ ഇഷ്യൂവും കോൺഗ്രസിന്റെ തലയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ എന്ത് നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ പിന്നിൽ BJP സർക്കാരാണ്. എന്നാൽ നെഗറ്റീവായിട്ട് എന്ത് നടന്നു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണ് നമ്മുടെ BJP പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലെ? ഇപ്പോൾ തന്നെ നമ്മളെ പൂരി അണ്ണൻ ഹർദീപ് സിംഗ് പൂരി, സെൻട്രൽ പെട്രോളിയം മിനിസ്റ്റർ, പറയുന്നത് നമുക്ക് കേൾക്കാം. पिछले कुछ दिनों में आपने सोशल मीडिया पे देखा कि ये बायोफ्यूल ब्लेंडिंग पे बवाल मचा हुआ है. क्या कहते हैं, एथेनॉल अगर इस्तेमाल करोगे तो इंजन बैठ जाएगा, डैमेज हो जाएगा, फ्यूल पंप बंद हो जाएगा. अरे भाई, एथेनॉल का काम ना हमने इन्वेंट किया, 100 साल से इसमें काम हो रहा है. भारत में अगर आ जाए तो इस पे पहली योजना बनाई थी कांग्रेस की सरकार ने. എന്തോ ഭാഗ്യം ജവഹർലാൽ നെഹ്റുവിനെ പറയാത്തത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ചില റൂമേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഈ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാറുകൾക്ക് ഡാമേജസ് വരുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുന്നു, എൻജിൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നില്ല, എൻജിൻസ് ഒക്കെ ഡാമേജ് ആവുന്നുണ്ട്, അതുപോലെ എന്താണ് ഫ്യൂൽ പമ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനിപ്പോ ക്ലാരിറ്റി കൊണ്ടുവന്നത് എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന സാധനമൊന്നും അല്ല എന്നാണ് നമ്മുടെ പൂരി അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം ഇൻവെന്റ് ചെയ്തത് കറന്റ് ഗവൺമെന്റ് അല്ല. അത് മാത്രമല്ല, ഏകദേശം 100 വർഷത്തിൽ അധികമായി, അല്ലെങ്കിൽ 100 വർഷത്തോളമായി ലോകത്ത് ഈ ഒരു എത്തനോളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 100 വർഷമായി എന്ത് ചെയ്യുന്നു, ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മിനിസ്റ്റർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ എത്തനോൾ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് അല്ല, പ്രീവിയസ് ആയിട്ടുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം, അതായത് ഇതിന്റെ ഡ്രാഫ്റ്റ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് എന്നാണ് ഹർദീപ് സിംഗ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ട്. അല്ലാതെ ഇതൊരു പെട്ടെന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യാതെ കൊണ്ടുവന്ന ഒരു കാര്യമല്ല എന്നാണ് ഹർദീപ് സിംഗ് ഇവിടെ വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ എക്സ്പെരിമെന്റിന്റെ കാര്യം നമുക്ക് പൊളിക്കാം. അതിനു മുൻപ് ഹർദീപ് സിംഗ് പൂരി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 30 വരെ എണ്ണ കമ്പനികൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് 74,781 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇന്ധന വില കുറക്കാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഇല്ല എന്നാണ് ഹർദീപ് സിംഗ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതും കൂടി പൊളിക്കാനുണ്ട്. അതിനു മുൻപായി നമുക്കൊരു വീഡിയോ കൂടി കാണാം. Saying that fuel mileage is going to be dropped. Arey bhai, it's now well established that when you have ethanol, they use it in racing cars also. The acceleration increases. What is that thing called? The knocking. That improves. Mileage, yes, it may drop a little, but it may drop a little. Mileage can drop a little because of various things. If you're driving from here to Gurugram, and if you follow the route I follow, then there are many points at which there are toll bridge, other things. So calculate that. So we've been very open about it. Secondly, we have reached the stage after consulting all the stakeholders. My God, SIAM, ARAI, then somebody says, your insurance is no longer covering this. Then insurance companies have given clarification that there is no issue. But who benefits by this false narrative? I am not going to make any accusations here. But it should be very clear. My response to that is, there is enough space in the growing Indian consumer market for all systems to coexist. For electric vehicles, for biofuel mixed vehicles, we are only at 20%. If we move from 20 to 25 at some stage, it will be after all the tests have been done. And there's enough space in there for hybrid CNG vehicles. CNG, by the way, is piped natural gas goes into your home, CNG goes into the cars. So there's enough scope for all that. ഇവിടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം മൈലേജിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ കംപ്ലൈന്റ്സ് വരുന്നുണ്ട്, മൈലേജ് കുറയുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ എത്തനോൾ എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതാണ്. അത് മാത്രമല്ല റേസിംഗ് കാറിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിന്റെ ആക്സിലറേഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്, കൂടുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, റേസിംഗ് കാറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല അതുപോലെ എഞ്ചിന്റെ നോക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യും എന്നും കൂടി ഇവിടെ മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, സാധാരണക്കാര് ഈ റേസിംഗ് കാർ ഒന്നല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം മൈലേജ് ഡ്രോപ്പ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്
മൈലേജ് ഒക്കെ കുറച്ച് കുറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് സമ്മതിച്ചു കേട്ടോ, മൈലേജ് കുറയുന്നുണ്ട്. പക്ഷേ മൈലേജ് കുറയാൻ ഇത് മാത്രമല്ല കാര്യം, വേറെയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലയിടത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് റൂട്ടിൽ ഡൽഹി ടു ഗുരുഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ടോൾസും കാര്യങ്ങളൊക്കെ അവിടേക്ക് നിർത്തിയിട്ട് പോകുന്നുണ്ട്. എന്ത് ചെയ്യാം, ഈ പറയുന്ന മൈലേജ് കുറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഈ വണ്ടി ഓടിക്കുന്ന ആളുകൾ, ഈ കംപ്ലൈന്റ് പറയുന്ന ആളുകൾ ഇന്നും ഇന്നലെയുമല്ല വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന റോഡൊക്കെ ഇന്നും ഇന്നലെയും വന്നതുമല്ല. അപ്പോൾ മൈലേജ് കുറയുമ്പോൾ കൃത്യമായിട്ട് ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മൈലേജ് കുറയുന്നുണ്ടോ ഇല്ലയോ. അതുകൊണ്ട് അത് വലിയൊരു, അതായത് എക്സ്റ്റേണൽ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലാണ്ട് ഇത് കൊണ്ട് മാത്രമല്ല മൈലേജ് കുറയുന്നത് എന്ന് പറയുന്നത് അതൊരു ന്യായീകരണമല്ല ഒരിക്കലും. കാരണം അത്രയും നോക്കിയിട്ടായിരിക്കും ആളുകൾ പറയുന്നുണ്ടാവുക മൈലേജ് കുറയുന്നുണ്ട്. എന്തായാലും മൈലേജ് കുറയുന്നുണ്ട് എന്ന് സമ്മതിച്ചു. ഇനി പിന്നീട് മന്ത്രി പറഞ്ഞുള്ള മറ്റൊരു കാര്യം, സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട്, അതായത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓട്ടോമോട്ടീവ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഇത് കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അത് മെൻഷൻ ചെയ്തിട്ടുള്ളത് SIAM ആണ്, അതായത് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്, അതുപോലെ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇവരോടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം, ഈ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഇൻഷുറൻസ് ഒരു പ്രശ്നമുണ്ട്, അതായത് ഈ എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ള കാറിന്റെ ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇൻഷുറൻസ് കമ്പനി എന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ അതായത് കൺസ്യൂമർ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ തരത്തിൽ മൾട്ടിപ്പിൾ സിസ്റ്റം ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ, അതായത് വലിയ തരത്തിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, അതുപോലെ ഹൈബ്രിഡ് CNG വെഹിക്കിൾസ്, ബയോഫ്യൂൽ ബ്ലെൻഡഡ് വെഹിക്കിൾസ് ഉണ്ട്. ഇവിടെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കറന്റ് 20% എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ 25% എന്ത് ചെയ്യും, ബ്ലെൻഡിങ് കൂട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും വലിയ തരത്തിലുള്ള ടെസ്റ്റസ് ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഈ ഒരു പ്രോസസ്സിലേക്ക് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ടെസ്റ്റിങ്ങിന്റെ കാര്യം നോക്കാം. അതായത് നമ്മുടെ മന്ത്രിമാർ നമ്മളോട്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് E20 എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടാണ് ആ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എഥനോൾ മിക്സിംഗ് ആൻഡ് എക്സ്പെരിമെന്റ്, ഒരു എക്സ്പെരിമെന്റ് മാത്രമാണ്. റിസൾട്ട് ഒരു വർഷത്തിനുള്ളിലാണ് കിട്ടുക. അതായത് നമ്മളൊക്കെ, അതായത് ഇത് ഉപയോഗിക്കുന്ന E20 ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന എല്ലാവരും എക്സ്പെരിമെന്റ് ബേസിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു എക്സ്പെരിമെന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മളുടെ വെഹിക്കിൾ ഇപ്പോൾ. അപ്പോൾ ഈ വെഹിക്കിളിൽ നിന്ന് വരുന്നിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് വരും ഈ ടെസ്റ്റിന്റെ റിസൾട്ട്. അപ്പോൾ അതാ പറഞ്ഞിട്ടുള്ളത് ഒരു വർഷം കഴിയും എന്തിന്, ഇതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. അതായത് അവിടെ തന്നെ കളവ് പറഞ്ഞു, അതായത് ജനങ്ങളോട്, പബ്ലിക്കിനോട് പറഞ്ഞിട്ടുള്ളത് ഫുള്ളി സെറ്റാണ്, ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നാൽ സുപ്രീം കോടതിയോട് പറഞ്ഞത് നേരെ തിരിച്ചിട്ടാണ്. ഇനി രണ്ടാമത് നമ്മളെ ഹർദീപ് സിംഗ് പൂരി പറഞ്ഞിട്ടുള്ളത് ഈ എണ്ണ കമ്പനികളുടെ നഷ്ടത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അതായത് ഇന്ത്യയിലെ ഗവൺമെന്റ് നിലകൊള്ളുന്നത് ഇതുപോലുള്ള കമ്പനികൾക്ക് വേണ്ടി മാത്രമാണോ അതോ ജനങ്ങൾക്കും കൂടി ആണോ എന്നുള്ളതാണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 74,781 കോടി നഷ്ടമുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, കമ്പനികൾക്ക്. പക്ഷേ കമ്പനീസിന്റെ പ്രോഫിറ്റ് 2025-26 കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഫൈനാൻഷ്യൽ ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഓയിൽ കമ്പനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 43,677 കോടി പ്രോഫിറ്റ് മാത്രമാണ്. ഓക്കെ, അതുപോലെ ONGC 49,793 കോടി, ഭാരത് പെട്രോളിയം 25,843 കോടി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം 18,047 കോടി. ഓക്കെ, ഇതൊക്കെ അവരുടെ പ്രോഫിറ്റ് ആണ്. ഈ കമ്പനീസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും അവർ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, അത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു? അതായത് ഇതിനു മുൻപ് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഡീസൽ അടിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രൈസിനാണ്, 105 രൂപ ഒക്കെ ആയിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ യുദ്ധ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രൂഡ് ഓയിലിന്റെ വില കൂടിയപ്പോൾ ഇവിടെ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്തു, സ്പോട്ടിലല്ല, ഒരു മാസം വെയിറ്റ് ചെയ്തു, അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇവിടുത്തെ പെട്രോൾ വില അധികരിപ്പിച്ചു. ഇപ്പോൾ അതാ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ കുറക്കുന്നില്ല, പെട്രോളിന്റെ വിലയോ ഡീസലിന്റെ വിലയോ കുറക്കുന്നില്ല. പറഞ്ഞിട്ടുള്ളത് എണ്ണ കമ്പനികൾക്ക് നഷ്ടമാണ്, അതുകൊണ്ടാണെന്നാണ്. ഇവിടെ സർക്കാർ നോക്കുന്നത് എണ്ണ കമ്പനികൾക്കുള്ള നഷ്ടങ്ങൾ മാത്രമാണോ അതോ ജനങ്ങൾക്കും ഇവിടെ നഷ്ടങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളും കൂടുതലായിട്ട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്? അപ്പോൾ അതിനെക്കുറിച്ച് ഈ സർക്കാരിന് ഒന്നും ചിന്തിക്കാനില്ലേ എന്നാണ് എന്റെ ചോദ്യം.